രോഗവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്ന് രണ്ട് വാക്ക് നമുക്ക് പഠിക്കാം. ഒന്ന് ചുമയാണ്. ഞങ്ങളുടെ നാട്ടിൽ കൊര എന്ന് പറയും. ഈ ചുമക്ക് എന്താണ് അറബിയിൽ പറയാം? കുഹ എന്ന് പറയാം. രണ്ട് പേരുണ്ട്, വിധങ്ങളായ പേര് വീണ്ടും ഉണ്ടാകും. ഒന്ന് കുഹ എന്ന് പറയാം. കുഹ അൽ മുസ്മിൻ എന്ന് പറഞ്ഞാൽ പഴക്കം ചെന്ന ചുമ. ചില ആളുകൾക്ക് ചുമച്ചുകൊണ്ടേയിരിക്കും, എത്രയായിട്ട് മാറാത്ത അൽ കുഹ അൽ മുസ്മിൻ, പഴക്കം ചെന്ന ചുമയുണ്ടാകും. അതുപോലെ കുഹ അൽ ഹസാസിയ എന്ന് പറയുന്നത് അലർജിക്കൽ ചുമയുണ്ടാകും. ഇങ്ങനെയുള്ള പല സൈസ് ചുമയുണ്ട്. അപ്പോൾ ഈ ചുമയ്ക്ക് കുഹ എന്ന് പറയാം. അതേപോലെ ചുമയുടെ മരുന്നിന് കഫ്സറപ്പിന് എന്താ പറയുക? ഷറാബുൽ കുഹ എന്ന് പറയും. ഷറാബുൽ കുഹ. ഓക്കെ, അതിനൊരു കാര്യം കൂടിയും, ഈ ചുമയുണ്ടാകുമ്പോൾ ഡ്രൈ ആയ ചുമയുണ്ട്, ഡോക്ടറോട് പറയണം. കഫമുണ്ട്, കഫമില്ല. ഫി ബൽഗം ഷദീദ്, ബൽഗം തഗീൽ എന്നൊക്കെ പറയാം. സെക്കിൽ നേരെ കട്ടിയിലുള്ള, അതൊക്കെ അവർ ചോദിക്കും, ഡോക്ടർമാർ ചോദിക്കും. ഫി ബൽഗം ഫി മഅൽ ബൽഗം, അല്ലെങ്കിൽ ബിദൂൻ അയ്യ ബൽഗം, മാ ഫി ബൽഗം എന്നാ ഇതില്ല, കഫക്കെട്ടില്ല, കഫമില്ല, മറിച്ച് എന്തേ ഉള്ളൂ? ചുമ മാത്രമേ ഉള്ളൂ. ഹാദ അൽ ഹസാസിയ ബിന്നിസ്ബ യാനി അസ്സുആൽ അൽ ഹസാസിയ, അതുമായി ബന്ധപ്പെട്ടുള്ള മരുന്നാണ് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ കുഹ നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ സുആൽ രണ്ടാമത്തേനുള്ള പേരെന്ന സുആൽ. അപ്പോൾ രണ്ട് പേരാണ് ചുമക്ക് നമ്മൾ സാധാരണ പറയാം. ഒന്ന് സുആൽ എന്നും മറ്റൊന്ന് കുഹ എന്നും. കഫ്സറപ്പിന് എന്ത് പറയും? ഷറാബുൽ കുഹ. സിറപ്പ് എന്ന് പറയുമല്ലോ, അത് സാധാരണഗതിയിൽ അറബിയിൽ നിന്ന് പോയതാണ് എൻ്റെ അഭിപ്രായം. സിറപ്പ് എന്ന് പറഞ്ഞാൽ ഷറബ് എന്നാണ്. ഷറാബ് എന്നതിൻ്റെ മറ്റൊരു വേർഡാണ് സിറപ്പ് എന്ന് ഇംഗ്ലീഷ്. ഓക്കെ, അങ്ങനെയാവാം. രണ്ടാമത്തെ ഒരു സംഗതിയുള്ള സുക്കാം എന്നാൽ മൂക്കൊലിപ്പ്, അതല്ലെങ്കിൽ ജലദോഷം എന്ന് പറയാം. ജലദോഷത്തിന് സുക്കാം എന്ന് പറയാം. അപ്പം പനിയും തലവേദനയും നമ്മൾ ആദ്യം പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പിന്നെ ജലദോഷവും ചുമയുമാണ്. രണ്ടും പരസ്പര പൂരകങ്ങളാണല്ലോ. ജലദോഷം സൈലാമിനൽ അംഫ്, മൂക്കിൽ നിന്ന് ഒലിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള പലതും അപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ പിന്നെ വേറെ കുറേ വാക്കുകൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടത് പറയാനുണ്ട്. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും പറയാം. അപ്പോൾ നമ്മൾ ധാരാളം ഡിസീസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് നമ്മളെ നമുക്ക് ഡോക്ടർമാരോട് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഉപകാരപ്പെടാതിരിക്കില്ല. എനിക്കൊരു മെഡിസിൻ വേണം. മെഡിസിൻ എന്താ? ദവ എന്ന് പറയും. ഓക്കെ, ഇലാജ് എന്ന ട്രീറ്റ്മെൻ്റ് ആണ്. ബാക്കിയുള്ള രോഗങ്ങളുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു.